ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ സത്യമായതുകൊണ്ട് പറയാതിരിക്കാനും പറ്റില്ല. അതായത് ഈ നവഹരിത കേരളത്തിലെ കൊടിയ ബുദ്ധിജീവികളുടെ ഗണത്തിൽ വരുന്ന കൊടും പ്രബുദ്ധനായിട്ടുള്ള ഒരു മാപ്രയുടെ തിരിച്ചറിവ് ശേഷി, ആ തിരിച്ചറിവ് ശേഷി പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങനായിട്ടുള്ള ഈ മുത്തുപോങ്ങനേക്കാൾ സൂക്ഷ്മം ഒരു പതിറ്റാണ്ട് പിന്നിലാണ്. ഒരു പതിറ്റാണ്ട്. പോങ്ങൻ പൊങ്ങച്ചം പറയുന്നതല്ല. KJ ജേക്കബ് എന്ന മാപ്ര വളരെ പരസ്യമായി തുറന്ന് സമ്മതിക്കുന്നതാണത്. അല്ലെങ്കിൽ ഈ സമൂഹത്തോടുള്ള ജേക്കബിന്റെ കുമ്പസാരം അത് കേട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോകാൻ പറയുന്നതിന്റെ പൊരുൾ പിടികിട്ടുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ ടെലിവിഷൻ ചർച്ചകളിൽ വളരെ ഗൗരവമായി ഒരിക്കൽ പങ്കെടുത്തിരുന്ന ആളാണ്. ഞാൻ തുടങ്ങിയത് മീഡിയ വണ്ണിലെ ചർച്ചകൾ സംസാരിച്ചിട്ടാണ്. എൻ്റെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകർ മീഡിയ വണ്ണിൽ ഉണ്ടായിരുന്നു. അവരാണ് ആദ്യമായിട്ട് എന്നെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ മീഡിയ വണ്ണിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും ഈ കൂട്ടത്തിലുള്ള ആളായിരുന്നു. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളായിരുന്നില്ല. നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് എല്ലാ മുസ്ലിമുകളും എനിക്ക് ഒരുപോലെ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ടും കൊടുത്ത് അനുഭാവവും പുലർത്തി കഴിഞ്ഞിരുന്ന കാലത്ത് പോങ്ങനുണ്ടായ തിരിച്ചറിവാണ് പതിറ്റാണ്ട് ഒന്ന് കഴിയുമ്പോൾ KJ ജേക്കബിന്റെ തലയിലേക്ക് ഇപ്പോൾ ചെന്ന് കയറിയിരിക്കുന്നത്. ബുദ്ധിജീവി അല്ലാതിരുന്നത് കൊണ്ട് പോങ്ങന് തക്ക സമയത്ത് നല്ല തിരിച്ചറിവുണ്ടായി. അതുകൊണ്ട് തീവ്ര മതവാദികളെ മാത്രമല്ല ഇന്നാട്ടിലെ മിതമതവാദികളെ തിരിച്ചറിയാനും പോങ്ങന് സാധിച്ചു. കമ്മിപാളയത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന സുടുക്കളെ തിരിച്ചറിഞ്ഞപ്പോൾ ഈ പോങ്ങൻ വെറുതെ ഇരുന്നില്ല കേട്ടോ. നല്ലോണം ഉച്ചത്തിൽ ഞാൻ കുരച്ചായിരുന്നു. ഒരു നാടൻ പട്ടി കുരയ്ക്കുന്നത് പോലെ നല്ല ഉച്ചത്തിൽ കുരച്ചായിരുന്നു. കമ്മിക്കൂട്ടിലേക്ക് എത്തപ്പെട്ട സുടുക്കളാണ് എന്നെ ആദ്യം കല്ലെറിയുന്നത്. അവരാണ് എന്നെ സംഖ്യയെന്ന് ആദ്യം വിളിച്ചതും. എന്റെ കുര കേട്ടപ്പോൾ ഇവന് ഉപദ്രവമാണ്, ശല്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കല്ലെറിഞ്ഞ് തുരത്തി സംഖ്യയെന്ന് വിളിച്ച് ആട്ടിപ്പായിച്ചു. സഖാക്കളുടെ വേഷം കെട്ടിയ സുടുക്കൾക്കൊപ്പം കൂടി ഇന്നാട്ടിലെ അന്തംകമ്മികളായിട്ടുള്ള പല പല KJ ജേക്കബുമാരും പോങ്ങനെ കല്ലെറിയാനും സംഖ്യയെന്ന് വിളിക്കാനുമാണ് അന്ന് ശ്രമിച്ചത്. അത് ഞാൻ മറന്നിട്ടില്ല. അന്ന് ഈ സുടുക്കൾക്കൊപ്പം കൂടി പാർട്ടിയെ നശിപ്പിക്കാനും ഒപ്പം മതതീവ്രവാദികൾക്ക് ഈ മണ്ണിൽ കൂടുതൽ കരുത്തു പകരാനും വേണ്ടുന്ന എല്ലാ സൈദ്ധാന്തിക ഒത്താശയും നൽകിയ ഇത്തരം ബുദ്ധിജീവി മാപ്രകൾക്ക് ഇപ്പോഴുണ്ടാവുന്ന ഈ തിരിച്ചറിവ് നാടിനോ പാർട്ടിക്കോ ഒരു തരത്തിലും ഗുണം ചെയ്യുന്നതല്ല. ഈ KJ ജേക്കബിന് തിരിച്ചറിവ് ഉണ്ടാകുന്നതോ ഉണ്ടാവാത്തതോ ഒന്നും സാമൂഹ്യ കേരളത്തെ ഒരു നിലയ്ക്കും ബാധിക്കുന്ന കാര്യവുമല്ല. എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞ ഒരു പ്രയോഗം നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കണം. അതായത് ഞാനും ഈ കൂട്ടത്തിലുള്ള ആളായിരുന്നു. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി പറയുന്നതിനെ പറ്റി കൃത്യമായ ധാരണ ഉള്ള ആളായിരുന്നില്ല താനെന്നാണ് KJ ജേക്കബ് പറഞ്ഞത്. ദേശീയ പത്രത്തിൽ മാധ്യമധർമ്മം എടുത്ത് കുടുംബം പോറ്റിയ ഒരു മാപ്രയ്ക്കാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് മനസ്സിലാക്കാനാവാതെ പോയതെന്ന്. മലയാളം മാത്രം സംസാരിച്ച് കഴിയുന്ന കേരളത്തിലെ ഒരു പോങ്ങന് പോലും ജമാഅത്തെ പറയുന്നത് എന്താണ് എന്നും ജമാഅത്തെ നിലകൊള്ളുന്നത് എന്തിനാണെന്നും വളരെ നന്നായിട്ട് അറിയാം. എന്നിട്ടും ഒരു പ്രബുദ്ധ മാപ്രയ്ക്ക് അവരെ അറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സ്വല്പം പ്രയാസമുള്ളൊരു കാര്യമാണല്ലേ. എന്തായാലും ജേക്കബ് ആ പറഞ്ഞത് കേട്ടതായി കൂട്ടുന്നേയില്ല. കാരണം KJ ജേക്കബ് എന്ന മാപ്ര ഒരു പോങ്ങനല്ല. പകരം അയാൾ ഒന്നാന്തരം പ്രബുദ്ധനാണ്. കൃത്യമായ ധാരണ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി വളരെ ആധികാരികമായി അഭിപ്രായം പറയുക എന്നത് മാപ്രകളുടെ മാത്രമല്ല പ്രബുദ്ധരുടെ കൂടി ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ജേക്കബ് പറഞ്ഞ ആ വർത്തമാനത്തിന് വില കൊടുക്കേണ്ട കാര്യമേ ഇല്ല. എന്നാൽ അയാൾ പിന്നീട് പറഞ്ഞത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും കേട്ട് മനസ്സിലാക്കുകയും ഓർത്ത് ചിന്തിക്കുകയും അതുപോലെ തന്നെ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുകയും വേണം. കാരണം അയാൾ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന ധാരണ ജേക്കബിനുണ്ടായിരുന്നു എന്നാണ് ആ മനുഷ്യൻ പരസ്യമായി കുമ്പസാരിക്കുന്നത്. അല്ലെ, വളരെ തെറ്റായ ഈ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ആ മാപ്ര ഇത്രയും കാലം തൊഴിൽ ജീവിതവും വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും നവമാധ്യമ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ ജീവിതവും ഒക്കെ അങ്ങനെ നയിച്ചത്. അല്ലേ, അയാൾ ഇതുവരെ നടത്തിയ എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും തെറ്റായ ഈ ധാരണ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യം വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓർക്കണം. പ്രബുദ്ധ കേരളം ബുദ്ധിജീവിയായി ആഘോഷിക്കുന്ന ഒരു മനുഷ്യനല്ലേ ജേക്കബ്, അല്ലേ? സ്വാഭാവികമായും ഇയാളുടെയൊക്കെ വാക്കുകൾക്ക് വളരെ നല്ല നിലയിലുള്ള സാമൂഹ്യ മൂല്യവും അതുപോലെ തന്നെ സ്വാധീനശേഷിയും ഒക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഇത്രകാലം ദുർബല ചിത്തരായിട്ടുള്ള എത്രയോ ആളുകളെയാവും ഈ ഒരൊറ്റ മാപ്ര മാത്രമായി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ശരിയല്ലേ? തെറ്റായ ഒരു ധാരണ വെച്ചുകൊണ്ട് തൊഴിൽ ജീവിതം നയിക്കുക, തെറ്റായ ഒരു ധാരണ വെച്ചുകൊണ്ട് സാമൂഹ്യ ജീവിതം നയിക്കുക, തെറ്റായ ഒരു ധാരണ വെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമ ജീവിതം നയിക്കുക. എന്നിട്ട് 10 കൊല്ലങ്ങൾക്ക് ഇപ്പുറം തിരിച്ചറിവുണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് വരിക. വളരെ ശേഷമാണ് എനിക്കത് മനസ്സിലായി തുടങ്ങി. ഇപ്പോൾ റിസാലക്കാർ ചർച്ചയ്ക്ക് എപ്പോൾ വിളിച്ചാലും ഞാൻ പോകും. മീഡിയ വിളിച്ചാൽ ഞാൻ പോകാറില്ല. കാരണം എനിക്കിത് ഏകദേശം ഒരു ധാരണയായി. ഈ ധാരണ ഉണ്ടാകണമെന്ന് ഞാനൊരു പത്രപ്രവർത്തകനായിട്ട് കൂടി എനിക്ക് ഇത്ര സമയമെടുത്തെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾ ആലോചിക്കണം.
ഒന്ന് ഓർക്കണം, ഒരു പോങ്ങനായിട്ട് കൂടി എന്നെ കേൾക്കുന്ന ഒരാൾക്ക് പോലും ഞാൻ കാരണം അബദ്ധം പറ്റരുതെന്ന ആലോചനയുടെ മാത്രമേ ഞാൻ ഇവിടെ എന്തും പറഞ്ഞിട്ടുള്ളൂ, എന്തും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒട്ടും സാമൂഹ്യ മൂല്യമില്ലാത്ത ഈ എളിയവൻ പോലും അത്രത്തോളം സാമൂഹ്യ ബുദ്ധിയും സഹജീവി സ്നേഹവും പൗരബോധവും ഒക്കെ സൂക്ഷിക്കുമ്പോൾ ഖമ്പടജാനെ എന്ന വിചാരത്തോടെ ജീവിക്കുന്ന ഇത്തരം പ്രബുദ്ധ മാപ്രകൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധം സൂക്ഷിക്കേണ്ടതല്ലേ? അങ്ങനെയല്ലേ അവരൊക്കെ ചെയ്യേണ്ടത്? അല്ലേ? ഇനിയെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങൾ വളർത്തിയ ഇത്തരം ആളുകളുടെ വാക്കുകളെ നമ്പാതിരിക്കാനുള്ള വിവേകമാണ് പൗരസമൂഹം കാണിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു അഭിപ്രായം പോകാനുണ്ട്. ഇവന്മാരുടെ ഒന്നും വാക്കുകൾക്ക് അത്ര വലിയ ഗൗരവമൊന്നും കൊടുക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഇവരൊന്നും ഒരു ധാരണയും കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടല്ല ഒന്നും പറയുന്നത്, ചുമ്മാ തട്ടുകയാണ്, അത്രയേ ഉള്ളൂ. ജേക്കബിന് ഇപ്പോൾ തിരിച്ചറിവുണ്ടായതായി അയാൾ അവകാശപ്പെടുന്നു. പഴയ താവളത്തിൽ വേണ്ടത്ര വെള്ളവും തീറ്റയും കിട്ടാത്തത് കൊണ്ടാണോ, അതോ സാമൂഹ്യ കേരളത്തിന്റെ രാഷ്ട്രീയ മനഃശാസ്ത്രം മാറുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴേ വലതു ചേർന്ന് നീങ്ങിയാൽ കൂടുതൽ കൊഴുക്കാൻ പറ്റുമെന്ന സ്വാർത്ഥ ബുദ്ധിയാണോ ആ തിരിച്ചറിവിന് പിന്നിലെന്ന് പോകാൻ അറിയില്ല കേട്ടോ. പക്ഷെ ഒന്നറിയാം, ഈ ജേക്കബിനെ പോലുള്ള ആളുകൾ കമ്മ്യൂണിസത്തിന്റെ തകർച്ചയ്ക്കും അതുപോലെ തന്നെ സുഡാപ്പിസത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടുന്ന സൈദ്ധാന്തിക സേവനങ്ങൾ വളരെ ധാരാളമായി ഈ നാടിന് നൽകിയിട്ടുണ്ട്. എന്തായാലും കമ്മികളെയും കൊങ്ങികളെയും ഒക്കെ തള്ളിപ്പറഞ്ഞ് അവരുടെ തൊഴുത്തിൽ കഴിഞ്ഞിരുന്ന ബുദ്ധിജീവികളും മാപ്രകളും സാംസ്കാരിക നായകളും ഒക്കെ പതിയെ ഇനി സംഘികളുടെ തൊഴുത്തിലേക്ക് കടന്നു വരുമെന്ന കാര്യം വളരെ ഉറപ്പാണ്. കാരണം ഇനി ഈ നാട്ടിൽ വളർച്ചയുള്ള അല്ലെങ്കിൽ അങ്ങനെ വളരാനുള്ള ഒരു പ്രവണത കാണിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് BJP തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇടത്തുനിന്നും വലത്തുനിന്നും ഒക്കെ ഇങ്ങോട്ടേക്ക് ഒഴുകും, താമര ഇതളുകളിൽ കയറി പറ്റാൻ വേണ്ടി. അപ്പോൾ മുതലാവും BJPയുടെ ചുതിക്ക് കേരളത്തിൽ തുടക്കമാവുക. എന്തായാലും പണ്ടൊരിക്കൽ പോങ്ങൻ നടത്തിയിട്ടുള്ള ഒരു പ്രവചനം കൂടി സത്യമാവുന്ന ലക്ഷണമാണ് കാണുന്നത്. അതായത് സഖാവായിരുന്ന ഈ പോങ്ങനെ ഇന്നലകളിൽ സംഘി എന്ന് വിളിച്ച് ആ കമ്മിപാളയത്തിൽ നിന്നും തുരത്തിയ പലരും ഇന്ന് സംഘിപാളയത്തിലേക്ക് വരുന്നത് പോങ്ങൻ കാണുന്നുണ്ട്. നാളെ സംഘിപാളയത്തിൽ നിന്നുകൊണ്ട് അവർ ഈ പോങ്ങനെ കമ്മി എന്ന് വിളിച്ച് ഇവിടെ നിന്നും തുരത്തി ഓടിക്കാൻ നോക്കുമെന്ന് എനിക്ക് വളരെ നല്ലോണം അറിയാം. അങ്ങനെ സംഭവിച്ചാൽ ഒരു പതിറ്റാണ്ട് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം സത്യമായെന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. എനിക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും തോന്നില്ല. കാരണം ഞാൻ ഒരുത്തന്റെ തൊഴുത്തിലുമല്ല നിൽക്കുന്നത്, ഞാൻ എന്റെ പറമ്പിലാണ് നിൽക്കുന്നത്, ഞാൻ എന്റെ തിണ്ണയിലാണ് ഇരിക്കുന്നത്. എന്നെ തുരത്തണമെങ്കിൽ ഞാൻ നോക്കണം. എന്തായാലും പ്രബുദ്ധരായിട്ടുള്ള അന്തകമ്മി ബുദ്ധിജീവികൾ ഒരു കാര്യം ഓർക്കണം, ഈ പോങ്ങന്റെ തിരിച്ചറിവ് ശേഷിയും സാമാന്യ ബോധവും ഒക്കെ നിങ്ങളുടേതിനേക്കാൾ ഒരു പതിറ്റാണ്ട് തന്നെ മുന്നിലാണുള്ളത്, ഒരു പതിറ്റാണ്ട് തന്നെ മുന്നിലാണ്. പോങ്ങൻ ഈ പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഞാൻ ഈ പറയുന്നത് 2036 മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ഹരിത നവകേരളത്തിലെ KJ ജേക്കബ്മാർ ഇനിയെങ്കിലും ശരിയായ ധാരണയോടുകൂടി മാത്രം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്ന ഒരു എളിയ അഭ്യർത്ഥന പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ നിർത്തിക്കോളാം. കൂടുതലൊന്നും തന്നെ പറയാൻ നിൽക്കുന്നില്ല. അടുത്ത സംസാരത്തിൽ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയോട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.